അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അത് അതായത് അത് പറയാന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടേക്ക് സൂം ചെയ്യാണ്, അതായത് ബോഡിയിലേക്ക് സൂം ചെയ്യാണ്. അപ്പൊ ഗോപി സാർ വന്നിട്ട് പറഞ്ഞു ഒന്നും മാറി. സമയത്തൊക്കെ ശരിക്കും എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു വ്യക്തി ചിലപ്പോ എന്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോ ഒരു മരുമകൻ കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളി വെക്കാനും ഒക്കെ യോഗ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയാൽ അത് ഇപ്പോൾ ഉള്ളൊരു സ്നേഹം ബഹുമാനം ഇല്ലാണ്ടാവുന്നു. പിന്നെ അത് ചീഞ്ഞ് അടിയായി എന്തിനാ അങ്ങനെ പോണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്, വേണ്ട. ഇപ്പോഴും വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരും. എന്തൊക്കെയായിരുന്നാലും അത് നന്നായി. ശരിക്കും മുറുക്കിൽ നിന്ന് മുറുക്ക് മരത്തിൽ നിന്ന് രക്ഷ നേടി വേഗമരത്തിൻ്റെ അടിയിൽ അഭയം പ്രാപിച്ച പോലെയായിരുന്നു അമൃത സുരേഷിൻ്റെ ജീവിതം. പക്ഷെ ആദ്യത്തെ ബന്ധത്തെക്കാൾ അത്ര ബ്രൂട്ടലായിട്ടൊന്നും സംഭവിച്ചില്ല, അത് തന്നെ ഭാഗ്യം. ഒരുപാട് നല്ല പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. ശരിക്കും അത് തന്നെ നമുക്കത് കൊണ്ടുപോയി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അത് പിന്നീട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. അത് തന്നെയാണ് അത്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. പക്ഷെ അത് ആദ്യത്തെ മുന്നേ ശരിക്കും ഒന്ന് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാവർക്കും എല്ലാവരുടെ സ്വഭാവം പെട്ടെന്ന് നടക്കാനുള്ള മെഷീനൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പം അന്നൊക്കെ രൂപത്തിൽ നല്ല ജോഡികളായിരിക്കും, നല്ല ഭാഗ്യവതിയൊക്കെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് നമ്മളായിരുന്നു എല്ലാവർക്കും ഒരു ഐഡിയ സ്റ്റാർ സിംഗറിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു റിയാലിറ്റി ഷോ സാധാ കുട്ടി ഒരു സിനിമാ നടൻ തെന്നിന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന ഒരു നടനായിട്ട് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സൗഭാഗ്യമായിരിക്കും വന്നതെന്ന് വരുത്തും. പക്ഷേ അതിനും കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഡൈവോഴ്സിലേക്ക് കിടക്കുന്നത്. പിന്നെ ഡൈവോഴ്സിൻ്റെ കാരണം എന്നാണെന്ന് അറിഞ്ഞപ്പോഴാണ്, പുള്ളിയുടെ സ്വഭാവം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി ശരിക്കും സ്വർഗമാണെന്ന് കരുതി ഈ സ്വർഗത്തിലേക്കാണ് പോയെന്ന് ഓർത്തുകൊണ്ട് നരകത്തിലേക്കായി പോയത്. ഇപ്പം എന്നിരുന്നാലും ഇപ്പോൾ ഒരുപാട് ജീവിതത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ജീവിച്ചൊക്കെ അവർ പോകും. ആ കൊച്ചും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ അവർ ബാൻഡൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, ഒരു ചാനലൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഒരു നല്ല രീതിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ.